നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഷിരൂരിൽ വീണ്ടും ഡ്രജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ. പുഴയിൽ നിന്നും അക്കേഷ്യ മരക്കഷ്ണങ്ങൾ കണ്ടെത്തി മാൽപ്പയും സംഘവും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനായി ഡ്രജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പയും സംഘവും പുഴയിലിറങ്ങിയും തിരച്ചിൽ നടത്തുന്നുണ്ട്. പുഴയിൽ നിന്നും അക്കേഷ്യ മരക്കഷ്ണങ്ങൾ മാൽപ്പെ കണ്ടെത്തി. അർജുൻ ലോറിയിൽ കൊണ്ടുവന്നത് അക്കേഷ്യ തടികളാണെന്ന് ലോറി ഉടമ മനാഫ് പറഞ്ഞു. കാലാവസ്ഥ അനുകൂലമായതിനാൽ വലിയ പ്രതീക്ഷയിലാണെന്ന് അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞു. രാവിലെ വേലിയേറ്റ സമയത്ത് പുഴയിൽ അല്പം വെള്ളം കൂടുതലുണ്ടായിരുന്നു. നിലവിൽ തിരച്ചിൽ നടത്താൻ അനുയോജ്യമായ കാലാവസ്ഥയാണ്. വെള്ളത്തിന്റെ ഒഴുക്കും കുറവാണ്. NDRF സംഘവും സ്ഥലത്തുണ്ടെന്ന് അഞ്ജു പറഞ്ഞു. നാവികസേന നിർദ്ദേശിച്ച 3 പ്രധാന പോയിന്റുകളിലാണ് തിരച്ചിൽ നടത്തുന്നത്. കാർവാറിൽ നിന്നും എത്തിച്ച ഡ്രജർ ഉപയോഗിച്ചാണ് തിരച്ചിൽ. വെള്ളിയാഴ്ച ഡ്രജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തിയിരുന്നു. 3 ദിവസം തിരച്ചിൽ നടത്താനാണ് ഡ്രജർ കമ്പനിയുമായുള്ള കരാർ. ഗംഗാവലി പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താൻ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയ്ക്ക് അനുമതി നൽകിയിരുന്നു. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് തിരച്ചിൽ നടത്തുക. അർജുൻ ഓടിച്ച ലോറിയാണെന്ന് കരുതുന്ന ലോഹ സാന്നിധ്യം കണ്ട സ്ഥലം അടയാളപ്പെടുത്തി മണ്ണ് നീക്കാൻ കഴിയും വിധമാണ് ഡ്രജർ സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസമാണ് അർജുന്റെ സഹോദരിയും ഷിരൂരിലെത്തിയത്. ഇത് അവസാന ശ്രമമാണെന്നും ലോറി കണ്ടെത്താനായില്ലെങ്കിൽ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വരുമെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും ഉത്തര കന്നഡ കളക്ടർ M ലക്ഷ്മിപ്രിയയും വ്യക്തമാക്കി. ജൂൺ 16-നാണ് മണ്ണിടിച്ചിലിൽ ലോറിയുമായി അർജുനെ കാണാതായത്.